എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു മാമ്പഴക്കാലത്ത് വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ മാമ്പഴ ലസ്സിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പഴുത്ത മാങ്ങയും പാലും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു മാംഗോ ലസ്സി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. എത്ര കഴിച്ചിട്ടും എന്തു കഴിച്ചിട്ടും ശരീരത്തിന് വണ്ണം വയ്ക്കുന്നില്ല എന്ന് പരാതി പറയുന്ന നമ്മുടെ അമ്മമാര് നമ്മുടെ കുട്ടികൾക്ക് ഇതേ ഒരു രീതിയിൽ ഒരു മാസക്കാലം തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവരുടെ ശരീരം വളരെ തന്നെ പുഷ്ടിപ്പെടുന്നതുമാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. അപ്പം നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാംഗോ ലസ്സി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. ഈ ഒരു മാംഗോ ലസ്സി കഴിക്കാനായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മിറൂസ് ആണ്. മിറൂസേ, എങ്ങനെയുണ്ട് നമ്മുടെ മാംഗോ ലസ്സി? എല്ലാരും കഴിക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. യമ്മി. മാമ്പഴ ലസ്സി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനായിട്ടൊരു ചൂടായ പാനിലേക്ക് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതുപോലെ 2 മാമ്പഴം ഒന്ന് എടുത്ത് തോലെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിന്ദൂര മാമ്പഴമാണ്. അങ്ങനെ നമ്മുടെ പാലൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. ലസ്സിക്കായിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒന്നും ചേർക്കരുത്. അങ്ങനെ നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി ഈ ഒരു പാലിലെ വെള്ളമയം മുഴുവനും തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാതെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേണം നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ടും. അങ്ങനെ ചെയ്തെടുക്കുന്നതിനായിട്ട് പാല് തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. പാല് നല്ലതുപോലെ വറ്റി വരാനായിട്ട് നമുക്കൊരു 7 മിനിറ്റ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല കട്ടിയായി വന്ന പാല് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാമ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. മാമ്പഴം നല്ല പോലെ അരച്ചു കഴിഞ്ഞാൽ ചൂടായ പാനിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഈ ഒരു മാമ്പഴത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. മാമ്പഴം അധികം ഒന്നും ഇളക്കി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചു വരുന്ന താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മാമ്പഴം ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. മാമ്പഴം തണുക്കാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല കട്ട തൈരാണ്. തൈര് എടുക്കുമ്പോൾ തൈരിലെ വെള്ളമയം മുഴുവനും തന്നെ ഒരു തുണിയിലൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു മാമ്പഴത്തിന്റെ ചൂടാറി കിട്ടാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചേരുവകളൊക്കെ ഒന്ന് ചൂടാറി തണുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഉണങ്ങിയെടുത്തിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെക്കാം. ഈ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ വെള്ളമെല്ലാം കളഞ്ഞ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർത്താൽ പിന്നെ നമുക്ക് ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. തൈരിലെ കട്ടകളെല്ലാം തന്നെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കേണ്ടതും. തൈരിലെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിരുന്ന മാമ്പഴ പൾപ്പാണ് ചേർക്കേണ്ടതും. മാമ്പഴ പൾപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ ഇതിന്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. പൾപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ ചേർക്കാതെ കുറേശ്ശെയായിട്ട് വേണം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടും. അപ്പോഴാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിന്റെ കട്ടകളെല്ലാം നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടുന്നതും. ഞാനിവിടെ 2 തവണയായിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മാമ്പഴം വളരെ എളുപ്പത്തിൽ തന്നെ കട്ടകളെല്ലാം ഉടച്ച് തൈരും മാമ്പഴവുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് ആറിച്ചെടുത്തിട്ടുള്ള പാല് ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ പാടയൊക്കെ ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടതും. ഇനി നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ മാമ്പഴ പൾപ്പും തൈരും പാലും എല്ലാം കൂട്ടിച്ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മാംഗോ പൾപ്പും പാലും എല്ലാം ചേർന്ന് ഈ ഒരു രീതിയിലേക്ക് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഞാനിപ്പോ വൈകിട്ട് ഒരു 5 മണിക്കാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോ രാവിലെ നമ്മളിത് തുറന്ന് നോക്കാനും പോകുന്നത്. ഇനി അധികം ഇളക്കം തട്ടാത്ത സ്ഥലത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ലസ്സി രാവിലെ ആയപ്പോൾ ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ലസ്സി ഇത്രയും കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാഴ്ചയിൽ നല്ല ഐസ്ക്രീം മാതിരിയാണ് കേട്ടോ ആയി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്.
തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പൂൺ വെച്ചിട്ട് കോരി നോക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളതും. ഇതിലേക്ക് ഇനി പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായ നല്ലൊരു സ്വാദാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാനും നമ്മുടെ ശരീരത്തിന് നല്ല നിറമൊക്കെ വെക്കാൻ വളരെ ഗുണങ്ങളടങ്ങിയ ഒന്നാണ് തൈര്. തൈര് വെച്ചിട്ട് ഇതുപോലൊരു മധുരം നിങ്ങൾ തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ഒരിക്കൽ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാനും തോന്നുന്ന അത്രയും സ്വാദുള്ള മാംഗോ ലസ്സി എല്ലാവരും വീടുകളിൽ ഈ ഒരു ചൂട് കാലത്ത് തന്നെ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.